കൂടെ എട്ടാമത്തെ ഡൈവിനായി മാൽപ്പെ വീണ്ടും നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആ തീരത്താണ്. മുബഷിർ സുരക്ഷിതനായി തന്നെ തുടരണം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനോട് പറയണം. ഏറ്റവും സാഹസികമായാണ് ദൃശ്യങ്ങളും അവരിപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും നിന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ തെരച്ചിലിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളായ പ്രേക്ഷകരുടെ ആകാംക്ഷ നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ആശങ്ക നമ്മുടെയും ആശങ്കയാണ്. ഇപ്പോൾ ആ പോൾ ഇട്ടുകൊടുത്തിരിക്കുന്ന ഭാഗത്താണ് മാൽപ്പെ മുങ്ങിയിരിക്കുന്നത്. ഡീപ്പ് ഡൈവ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ആ പോയിന്ററിൽ ഇപ്പോൾ നമ്മുടെ ഡാറ്റ ടീം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്താണ് ഡൈവ് ചെയ്തിരിക്കുന്നത്. പുഴയിൽ നിന്ന് അകലെയായിട്ടുള്ള നദിയുടെ നടുവിനോട് ചേർന്നുള്ള ഭാഗം, ആ ഭാഗത്താണ് ഇപ്പോൾ മാൽപ്പെ ഡൈവിങ്ങിന് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുമോ അതാണ് നോക്കുന്നത്. അടിയൊഴുക്ക് ശക്തമാണ്. പുഴ ഇപ്പോഴും കലങ്ങി ഒഴുകുകയാണ്. നമുക്കൊപ്പം വിവരങ്ങളുമായി ദീപക് മലയമ്മയും മുബഷിർ പി അക്ബറും അർജുൻ കല്യാടും തുടരുന്നുണ്ട്. മുബഷിർ, എട്ടാമത്തെ ഡൈവിലേക്ക് മാൽപ്പെ കടന്നിരിക്കുകയാണ്. തുടർച്ചയായുള്ള ഡൈവുകളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം പോലും അദ്ദേഹം നോക്കുന്നില്ല എന്നതാണ് നമുക്ക് ഈ തുടർച്ചയായുള്ള പരിശ്രമം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടെത്തുക, ദൗത്യം പൂർത്തിയാക്കുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. തീർച്ചയായും സുജയ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. തുടർച്ചയായുള്ള ശ്രമങ്ങളോട് തന്നെയാണ് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്പസമയത്തിനുള്ളിൽ സമയം രാത്രിയാകും. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ തിരച്ചിൽ ഏറെ പ്രയാസകരമാകും എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഒരു തവണ തന്നെ അപായത്തിൽപ്പെട്ട ആ ഒരു മേഖലയിലേക്ക് എട്ടാമത്തെ തവണ ഊഴിയിട്ടുകൊണ്ട് ഇറങ്ങി ചെന്നുകൊണ്ട് പരിശോധന നടത്താൻ അദ്ദേഹം തയ്യാറാകുന്നത് സംബന്ധിച്ച് അത്രത്തോളം ഒരു തിരച്ചിലാണതെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കടലിനോടും അതുപോലെ തന്നെ വെള്ളത്തിനോടൊക്കെ കലങ്ങളായി പൊരുതുന്ന ഈശ്വർ മാൽപ്പെ എന്ന വ്യക്തി അതിന് തയ്യാറാകുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും അതിന് തയ്യാറാകുന്നത്. നേരത്തെ ഈ നമുക്കറിയാം ഗംഗാവലി പുഴ ചേർന്ന് സംഗമിക്കുന്ന മേഖലയുണ്ട്. റെയിൽവേ പാലത്തിന് തൊട്ട് താഴെ കടലിനോട് ചേർന്ന ഭാഗം. ആ ഭാഗത്തേക്ക് കർവാറ സതീശയുടെ നേതൃത്വത്തിൽ ഒരു സംഘം, NDRF സംഘം അവിടെ എത്തി ഒരു തിരച്ചിൽ പോലെ പരിശോധന നടത്തി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ, അതിശക്തമായ കുത്തൊഴുക്കുണ്ട്, നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. ഈ നിലയിൽ ഈ സമാനമായ അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള ഒക്കെ തന്നെ ഇറങ്ങി പ്രവർത്തനം നടത്തിയവർക്ക് പോലും ഇവിടെ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നിലവിലെ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷേ പുഴ വളരെ ശാന്തമാണെന്നതൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ കുത്തൊഴുക്ക് നമ്മൾ കാണുന്നതിനും അപ്പുറമാണ് സുജയ. അത് നമ്മൾ പറയുന്നതിനും അപ്പുറമാണ്. അവരത് അനുഭവിച്ചത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ പ്രത്യേകം പറയേണ്ടി വരുന്നത്. നേരത്തെ ഈശ്വർ മാൽപ്പെ അനുഭവിച്ച ആ ഒരു പ്രയാസം നമ്മൾ കണ്ടതാണ്. കയറിൽ നിന്നും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വലിയ വെല്ലുവിളികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യത്തിനൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് വേണ്ടിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നേവി പോലും മടിച്ചു നിന്ന ഇടത്താണ്, അല്ലെങ്കിൽ അത്രയും നോട്ട്സ് അടിയൊഴുക്കുണ്ട്, 7 നോട്ട്സിന് മുകളിലാണ് അടിയൊഴുക്ക് എന്ന് ബോധ്യപ്പെട്ട ഇടത്തേക്ക് തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെയാണ് 47-കാരനായ ഈശ്വർ മാൽപ്പെ ചാടി ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ ഡൈവാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്മാറുന്നില്ല ദൗത്യത്തിൽ നിന്ന്. ഒഴുക്കിനോട്, ശക്തമായ അടിയൊഴുക്കിനോട് പടവെട്ടുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു മറ്റൊരു മനുഷ്യന് വേണ്ടിയാണ്. ആ മനുഷ്യനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ദൗത്യത്തിലാണ്, ഇത്രയും വെല്ലുവിളിയോടുകൂടിയ ഒരു ദൗത്യത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ SP അടക്കമുള്ളവരെ കാണാം. എല്ലാവരും അവിടെ തുടരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇപ്പോൾ 8ാമത്തെ ഡൈവിന് ശേഷം കൂടുതൽ സമയം പുഴയ്ക്കടിയിൽ ഈ 8ാമത്തെ ഡൈവിൽ മാൽപ്പയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ശ്രമിക്കുകയാണ്. 9ാമത്തെ ഡൈവിലേക്കും അദ്ദേഹം നീങ്ങുകയാണ്. അതായത് ആ ഭാഗങ്ങളിൽ മുഴുവൻ മുങ്ങിത്തപ്പാൻ മാൽപ്പെ തീരുമാനിച്ചിരിക്കുന്നു. കടലിനോട് പൊരുതിയ മാൽപ്പെ ഗംഗാവാലി നദിയോട് ഇപ്പോൾ പൊരുതുകയാണ്. ആ മൺകൂന രൂപപ്പെട്ടതിൻ്റെ 3 മൺകൂനകൾ, അതിൽ ചെറിയ മൺകൂനയുടെ വലത്തുമാറിയുള്ള ഭാഗത്താണ് ഇപ്പോൾ അവർ തുടരുന്നത്. MLA അടക്കമുള്ള ആളുകൾ ആ മൺതിട്ടയിൽ എത്തിയിരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് മാൽപ്പെ എന്ന മനുഷ്യനിലേക്കാണ്. മാൽപ്പെ എന്ന തീരദേശ മേഖലയിൽ നിന്ന് വന്ന ഈശ്വർ എന്ന മനുഷ്യൻ, മാൽപ്പെ എന്ന ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ തീരദേശം അറിയപ്പെടുന്നത് ഈശ്വറിൻ്റെ പേരിനൊപ്പം ചേർത്താണ്. മാൽപ്പെ ടീം എന്നാണ് ആ 8-അംഗ സംഘത്തെ വന്നപ്പോൾ മുതൽ നമ്മൾ വിളിച്ചത്. ഈശ്വർ മാൽപ്പെ എന്ന 47-കാരൻ ഈ ദൗത്യം വിജയകരമാക്കുമോ എന്നറിയാൻ നമ്മൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ആ മൺകൂന രൂപപ്പെട്ട ഭാഗത്തു നിന്ന് വലതുവശത്തേക്ക് മാറിയുള്ള ഭാഗത്താണ് ഇപ്പോൾ ഡീപ്പ് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് എവിടെയാണ് പല കോൺടാക്ട് പോയിന്റുകളാണ് ഒരേ സമയം തന്നെ കിട്ടിയത്. അതിൽ ഏറ്റവും സാധ്യത പറഞ്ഞത് ആ പുഴയുടെ നടുവിനോട് ചേർന്നുള്ള ഭാഗമാണ്. അവിടേക്കെത്താൻ അടിയൊഴുക്ക് നേരിട്ടിറങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രമം അദ്ദേഹം തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.